അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഅല്ലിം ഡേയുടെ ഭാഗമായി ബിദായത്തുൽ ഹിദായ മദ്രസ മൂലപ്പറമ്പിലെ ഉസ്താദുമാരും വിദ്യാർത്ഥികളും കൂട്ട ഖബർ സിയാറത്തിന് വേണ്ടി പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ മസ്ജിദിൻ്റെ ചാരത്ത് അന്തിയുറങ്ങുന്ന സത്യവിശ്വാസികൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവരെയും നമ്മെയും അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഴ പെയ്യും എന്ന് കണ്ടാൽ പെയ്യും. ഒരുപാട് പേടികളാണ് കമ്പനി. ഇന്ന് കമ്പനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഉണ്ടാക്കാൻ പേടില്ല, ഇരിക്കാൻ പേടില്ല. നല്ല പേടിനനുസരിച്ച് നമ്മുടെ മദ്രസ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. സുബൈർ പഠിപ്പിക്കുന്നതിന് ഈ ക്ലാസ്സിൽ വച്ചുണ്ടാക്കിയാൽ ആ ക്ലാസ് മണ്ണുക, ഈ ക്ലാസ് മണ്ണു. ഒരു ഫാൻ എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സുകളിലും ഫാനൊന്നും ഉണ്ടായിരുന്നു എനിക്കറിയാം. കുട്ടികളെ പഠിപ്പിച്ച് ശിഷ്യത്വം ഭരിക്കാനും ഏകദേശം 500 കുട്ടികളെ ശിഷ്യത്വം കിട്ടാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അതിലെ ഹാഫിളുകളുണ്ട്, ഉസ്താദുമാരുണ്ട്, വലിയ ഉമറാക്കൾ വരെ ആയ അല്ലാഹു അതിന്റെ പ്രതിഫലം എപ്പോഴും അല്ലാഹു നൽകുമാറാവട്ടെ. നിങ്ങളുടെ ഈ വേഷം കാണുമ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇത്രത്തോളം ഒന്നും ഇല്ലായിരുന്നു. ചില സദസ്യന്മാർ വരുമ്പോൾ ഓരോ നിർബന്ധത്താൽ മാത്രമേ വേണ്ട വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ വന്നാൽ എന്താണോ ഒരു വിചാരിച്ചത് അല്ലാഹു തരും. ബുദ്ധി കൂടിയില്ലെങ്കിൽ ബുദ്ധി കൂടോ, സമ്മാനങ്ങൾ കിട്ടോ. നിങ്ങൾ ഭയങ്കര ഉയർന്നു പോകും. അതിഥിയായിട്ട് എത്തിയിട്ടില്ല സുബൈർ ഉസ്താദ്. വളരെ എല്ലാ വർഷവും വളരെ ആവേശത്തോടു കൂടി സന്തോഷത്തോടു കൂടി നമ്മൾ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ആചാരം നൽകിയിട്ടുള്ള സംഭാവനകൾ അവർ നമ്മൾക്ക് സമൂഹത്തിന് ഏൽപ്പിച്ച് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. നമ്മുടെ ആദ്യത്തെ അധ്യാപകർ അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നുകരുന്ന വിദ്യാലയങ്ങൾ, അതുപോലെ ആരാധനാലയങ്ങൾ അതിനെ കേന്ദ്രീകരിച്ച് ക്രോഡീകരിച്ച് നമ്മളെ ഏൽപ്പിക്കുക മൊത്തത്തിൽ. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനൊരു സംഭവം കൂടെ ആചരിച്ചു പോരുന്നത്. മാത്രം Yeah.
9 കുട്ടികളാണ് പങ്കെടുത്തത്. 9 കുട്ടികളെയും 3ാം സ്ഥാനം നേടിയിട്ടുള്ളത് ഷിഫ്ന ആൻഡ് വജീഹ, 2 വിദ്യാർത്ഥികൾ, 2 പേരും കൂടെ തയ്യാറാക്കിയതാണ് 7ാം ക്ലാസ്. വേറൊരു 3ാം സ്ഥാനം സൻഹ ഷെറീൻ, മറ്റൊരു 3ാം സ്ഥാനം ലത ഫാത്തിമ, മറ്റൊരു 3ാം സ്ഥാനം അഷ്മിൽ ദിയാൻ ആൻഡ് ജുഹൈർ. ഈ 4 വിദ്യാർത്ഥികളാണ് 3ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത്. 2ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് 8ാം ക്ലാസ്സിലെ നഷ്വ, ഷഹ്മിന, അൻസില, ഷിബില. ഈ 4 കുട്ടികളാണ് 2ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത്. 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് മഹറ ഫാത്തിമ, 8ാം ക്ലാസ്. ഈ കുട്ടിയാണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. രണ്ടാമതായിട്ട് ഫാത്തിമ അൻസില KK, 9ാം ക്ലാസ്, 1ാം സ്ഥാനം. മറ്റൊരു 1ാം സ്ഥാനം കൂടെ ഉണ്ട്. ഹംന M, 9ാം ക്ലാസ്, 1ാം സ്ഥാനം. ഈ 2 വിദ്യാർത്ഥികൾക്കാണ് 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത്. 2ാം സ്ഥാനം ഫാത്തിമ സഹ്റ, 2ാം സ്ഥാനം ഫാത്തിമ സഹ്റ, 9ാം ക്ലാസ്. 3ാം സ്ഥാനം ആയിഷ സിയ KP, 10ാം ക്ലാസ്. മറ്റൊരു 1ാം സ്ഥാനം കൂടെ ഷബ്ന M, 9ാം ക്ലാസ്. ഇങ്ങനെയാണ് ഗുരുമുഖത്ത് എന്ന വിഷയത്തിലെ വിജയികളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. 3ാമത്തെ മത്സരം +1, +2 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മദ്രസ 65 വർഷമായിട്ട് 65 വർഷം പൂർവ്വകാല ചരിത്രം എന്ന റേറ്റിംഗിൽ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ വിജയികൾ: 1ാം സ്ഥാനം ഫാത്തിമ നസ്മത്ത്, +2. 2ാം സ്ഥാനം മിൻഹ, +1. 3ാം സ്ഥാനം നിഷ്ഫ, +2. 1, 2, 3 സ്ഥാനങ്ങളാണ് അതിലുള്ളത്. നടത്തപ്പെടുകയാണ്. അപ്പൊ 65 വർഷം നമ്മുടെ നാട്ടിൽ ഈ മദ്രസ, ഓരോ നാട്ടിലും ഒരുപാട് മദ്രസകളുണ്ട്. ഇതുണ്ടാക്കിയ കഥകളൊക്കെ കുട്ടികളെ ഇന്ന് പഴയ ചരിത്രങ്ങളൊക്കെ ചോദിച്ച് ഖബർ സിയാറത്തിന് പോയി. നല്ല വരിയായിട്ട് കുട്ടികൾ അച്ചടക്കത്തോടെ വരിയായി പോയി. അവിടെ ദുആ ചെയ്യാൻ നിന്നു. നല്ല വരിയായിട്ട് നിന്നു. ആൺകുട്ടികൾ നല്ല ഉഷാറായി, മാഷാ അല്ലാഹ്. അപ്പൊ അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ.